പുതിയ ഹെയ്സ്റ്റിന് മെയിൻ വില്ലൻ പുതിയ ക്രൂവിനെ കൊണ്ടുവരുന്നു. പക്ഷേ അതിലൊരാൾക്ക് ബേബിക്ക് ഇത്രയും റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ മെയിൻ വില്ലൻ പറയുന്നു ഡ്രൈവിങ്ങിൽ ഇവൻ ബെസ്റ്റ് ആണെന്ന്. അങ്ങനെ അവർ ബാങ്കുകളിൽ പണം എത്തിക്കുന്ന ട്രക്ക് കൊള്ളയടിക്കുന്നു. ക്യാഷുമായി കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ വേറൊരു വണ്ടിയുമായി കൂട്ടിയിടിക്കുന്നു. ആ കാറിലുണ്ടായിരുന്നയാൾ ഇവരെ വെടിവെക്കുന്നു. അയാളൊരു ആർമി ഓഫീസറായിരുന്നു. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾ വീണ്ടും വെടിവെക്കുന്നു. ആർമി ഓഫീസർ ഇവരുടെ കാറിനെ ചേസ് ചെയ്യുന്നു. അവർ കഷ്ടപ്പെട്ട് മെയിൻ റോഡിൽ നിന്ന് വേറൊരു റൂട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആർമി ഓഫീസർ പുറകെ വരുമ്പോൾ ഒരു മരത്തിൽ തട്ടി മറിയുന്നു. രക്ഷപ്പെട്ടു എന്ന് കരുതിയ അവർ ഒരു ട്രാഫിക് ജാമിൽ പെടുന്നു. കുറച്ച് മുന്നോട്ടോടി മുൻപിൽ കിടക്കുന്ന ഒരു കാറിൽ രക്ഷപ്പെടാൻ അതിലുണ്ടായിരുന്ന സ്ത്രീയോട് പുറത്തിറങ്ങാൻ പറയുന്നു. അവർ അകത്ത് കയറുമ്പോഴാണ് ഒരു കുഞ്ഞുകുട്ടി ആ കാറിലുണ്ടായിരുന്നത് കാണുന്നത്. ബേബി ആ കുഞ്ഞിനെ ആ സ്ത്രീക്ക് തന്നെ നൽകുന്നു. അവർ ആ വണ്ടിയുമായി കടന്നു കളയുന്നു. ഒരു പാർക്കിംഗ് ലോട്ടിൽ കയറി വേറെ കാറിൽ രക്ഷപ്പെടുന്നു. അവർ മെയിൻ ലീഡറിൻ്റെ അടുത്തെത്തുന്നു. ക്യാഷ് വീതിക്കുന്നു. ബേബി കോഫി വാങ്ങി വരുമ്പോൾ അവിടെ ഒരു ക്രൂ മെമ്പർ മിസ്സിംഗ് ആയിരുന്നു. മെയിൻ ലീഡർ അവന് ക്യാഷ് നൽകി ഇതാണ് നിൻ്റെ അവസാന ഹേസ്റ്റ്, ഇനി നമ്മൾ കാണില്ല എന്ന് പറയുന്നു. ഒരു കാറിൻ്റെ ട്രങ്ക് തുറക്കുമ്പോൾ അതിൽ മറ്റേ ക്രൂ മെമ്പറിൻ്റെ ഡെഡ് ബോഡി കാണുന്നു. പോകുമ്പോൾ ഈ കാർ കൂടി ഡിസ്പോസ് ചെയ്യാൻ ലീഡർ പറയുന്നു. ബേബി ആ കാർ സ്ക്രാപ്പ് ചെയ്യുന്നു. പിന്നീട് താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അവർ സംസാരിക്കുന്നു. അവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടാകുന്നു. അവർ ഡേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ബേബി ഒരു പിസ്സ റെസ്റ്റോറൻറ്റിൽ ഡെലിവറി ബോയിയായി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ബേബിയും കാമുകിയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോൾ പഴയ ലീഡറിനെ കാണുന്നു. പുതിയൊരു ജോബുണ്ട് നിനക്ക്, നല്ലൊരു തുക ലഭിക്കും എന്ന് പറയുന്നു. ബേബിക്ക് ആ ജോബിൽ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ലീഡർ പറയുന്നു നീ പിസ്സ ഡെലിവറി ചെയ്താൽ നിനക്ക് എന്ത് കിട്ടും? ഈ ജോബ് ഏറ്റെടുക്കുകയാണെങ്കിൽ നിനക്ക് ഈ ജീവിക്കാനുള്ള തുക ഇതിൽ നിന്ന് കിട്ടും. അവൻ പിന്നെയും നോ പറയുന്നു. ലീഡർ അവനെ ഭീഷണിപ്പെടുത്തുന്നു. അവൻ സ്നേഹിക്കുന്ന എല്ലാവരെയും കൊന്നുകളയുമെന്ന്. ബേബിക്ക് ആ ജോബ് ഏറ്റെടുക്കേണ്ടി വരുന്നു. ലീഡർ ബേബിയെയും കൊണ്ട് അവിടുത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ചെല്ലുന്നു. അതിനകത്തെ ക്യാമറ ഗാർഡ്സ് ഒക്കെ നോക്കി വരാൻ പറയുന്നു. ലീഡറിൻ്റെ നെഫ്യൂനെയും കൊണ്ടുപോകാൻ പറയുന്നു. അവൻ അതുപോലെ ചെയ്യുന്നു. അവർ പുതിയ ഹീസ്റ്റിൻ്റെ പ്ലാൻ ഇടുന്നു. നേരത്തെയുള്ള ക്രൂവിനെ തന്നെ കൊണ്ടുവരുന്നു. ഹീസ്റ്റിന് വേണ്ടിയുള്ള ഗണ്ണ് വാങ്ങാൻ പോകുമ്പോൾ അവിടെ ഒരു ഷൂട്ടൗട്ട് ഉണ്ടാകുന്നു. അതിനുശേഷം അവർ ബേബിയുടെ കാമുകിയുടെ റെസ്റ്റോറൻറ്റിൽ പോകുന്നു. അവരെ കണ്ട് അവൻ്റെ കാമുകിക്ക് പേടി തോന്നുന്നു. അതിലൊരുത്തൻ അവൾക്കെന്തോ സംശയമുണ്ടെന്ന് പറഞ്ഞ് അവളെ കൊല്ലാൻ പോകുന്നു. പക്ഷേ ബേബി അവൻ്റെ ഗണ്ണിൽ കയർ പിടിക്കുന്നു.